ഹലോ ഐസേ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറുണ്ടെങ്കിൽ അത് മതി, നമുക്കത് വെച്ച് ഈ സ്നാക്ക് തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു കപ്പ് മൈദ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് ബാക്കി വന്ന ചോറ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഒപ്പം ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കണേ. ഇത് നമ്മൾ കൂട്ടി യോജിപ്പിച്ച ശേഷം നമ്മൾ മിക്സർ ജാറിൽ ഇട്ട് ഇതൊന്ന് കറക്കിയെടുക്കുമ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചോറും മാവും കൂടെ കമ്പൈൻ ആവും. നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതിനാണിത് ചെയ്യുന്നത്. നമുക്കിതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ചോറ് മാത്രം മതി. അപ്പം നമ്മൾ ഇത് മിക്സർ ജാറിലിട്ട് നമ്മളൊന്ന് കറക്കിയെടുക്കണം. അപ്പം എന്ത് ടൈപ്പ് ഓഫ് റൈസും ആയിക്കോട്ടെ, ബാക്കി വന്ന റൈസ് ഉണ്ടെങ്കിൽ ഒരു കപ്പ് നമുക്ക് ഇത്, അതായത് മാവ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പം അരക്കപ്പ് മാവാണെങ്കിൽ അരക്കപ്പ് റൈസ്, അങ്ങനെ. ഇപ്പം ഞാൻ മിക്സർ ജാറിൽ കറക്കിയെടുത്തു. ഇതുപോലായി. കയ്യിൽ സ്വല്പം ഒരു എണ്ണ ഒന്ന് തൂത്തിട്ട് ഇത് നന്നായി ഒന്ന് നമുക്ക് ബോളാക്കി എടുക്കാം. ഒന്ന് ചെറുതായിട്ട് കുഴച്ച് ബോളാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുഴയ്ക്കാൻ എളുപ്പമാണ്. പിന്നെ നമ്മൾ ഇതിലൊരു തുള്ളി വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്ക് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം. ഇത് കുഴച്ചെടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ. നിങ്ങൾക്ക് എരിവുള്ളതും ആക്കാം, മധുരമുള്ളതാക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. അതിനായിട്ട് നീളത്തിൽ അരിഞ്ഞ സവാള ഒരെണ്ണം ഞാനിതിൽ ആദ്യം എണ്ണയിലിട്ട് നന്നായി മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി വഴണ്ട് വന്ന ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ തക്കാളി ഒരു അര തക്കാളി ഇത് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, അല്ലെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാലയും പെരുംജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് നന്നായി ഒന്ന് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചമണം ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് സ്വല്പം നേരിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇച്ചിരി ചിക്കനും കൂടെ ഇട്ട് കൊടുക്കണം. ബോൺലെസ് ചിക്കനാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്, 250 ഗ്രാം. അപ്പം നിങ്ങൾക്ക് എത്ര അളവ് അനുസരിച്ച് എല്ലാം എടുക്കുക. എന്നിട്ടിത് ചേർത്ത് കൊടുത്ത് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ നേരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് ആദ്യം നേരി ചൂടുവെള്ളം ചേർത്തിട്ട് ചിക്കൻ ചേർത്താലും ഓക്കെ ആണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇത് നന്നായി വഴണ്ടി വന്ന ശേഷം സ്വിച്ച് ഓഫ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ച് ഇത് മാറ്റി വെക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇപ്പോൾ പഫ്സൊക്കെ വീട്ടിലുണ്ടാക്കാൻ അറിയാത്തവർ, അല്ലെങ്കിൽ ചീറ്റ്സ് മേടിക്കാത്തവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഇത് പഫ്സിനേക്കാളും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു റോളിംഗ് ബോർഡിലേക്ക് എടുത്ത് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ ഈ ലോഗ് ഷേപ്പിലൊന്ന് എടുത്തിട്ട് നമുക്കൊരു 8 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. 8 പോർഷനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളിത് ഞാൻ കാണിക്കുന്ന രീതിയിൽ ഒന്ന് പരത്തിയിട്ട് വേണം നമുക്കിതിലോട്ട് ഫില്ലിംഗ് വെച്ച് മടക്കാൻ. അപ്പോൾ ഇത് ഒട്ടും ഡിഫിക്കൽട്ട് അല്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി മാവ് ഡസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഏതെങ്കിലും ഷേപ്പിൽ, ചപ്പാത്തി പരുവം എന്ന് ഞാൻ പറയും, പക്ഷേ ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ, ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കത്തിയെടുത്ത് കട്ട് ചെയ്യണേ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ സ്റ്റൈലിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ലിംഗ് വെച്ചിട്ട് ഇത് മടക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഫില്ലിംഗ് വെച്ച് മടക്കുന്നത് ആ ഒരു ലെയറും ക്രിസ്പിനെസ്സും കിട്ടാനാണ്. അപ്പോൾ അതാ ഞാൻ ഫില്ലിംഗ് ഇതിൻ്റെ ഒത്ത നടുക്കാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ 2 അറ്റത്തെയും പാളി ഇതിൻ്റെ മേളിലോട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 അറ്റത്തെയും ഇത് കവർ ചെയ്തിട്ട് ഇതിൻ്റെ മേളിലും കൂടെ കുറച്ചുകൂടെ എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനു മീതെ ഒന്നായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ഒരു ഏകദേശം സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ലെയർ കിട്ടും കേട്ടോ, അതിനാണ്. അപ്പോൾ ഈ രീതിക്ക് ബാക്കിയുള്ളതും കൂടെ മടക്കി എടുക്കുക.
ഇത് മടക്കിയ ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിൽ ഒത്തിരി വേണ്ട, ഒരു സ്വല്പം എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളൊരു 4-5 എണ്ണം നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് കുക്ക് ചെയ്യണേ. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അപ്പം ഇതിൻ്റെ ലെയേഴ്സൊക്കെ അതുപോലെ പൊന്തി വരും, നല്ല ക്രിസ്പും ആവും. എൻ്റെ പൊന്നോ, പഫ്സ് കഴിക്കുമ്പോൾ പോലും ഇത്രയും ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇതിന് സോസ് പോലും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. നമ്മളിതിൽ ചോറ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ക്രിസ്പിനെസ്സും സ്വാദുമാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ബാക്കി വന്ന ചോറ് ചേർത്തിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിക്ചർ ഉണ്ടെങ്കിൽ അതുകൂടെ അയച്ചു തരിക, ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ആ ഫില്ലിങ്ങും കൂടെ നല്ല മണവും നല്ല യമ്മി ആയിട്ട് തോന്നുന്നു. വായിൽ വെള്ളം വരിക കേട്ടോ. അപ്പം വീണ്ടും ഇതുപോലത്തെ ഒരു അടിപൊളി